Hello and welcome to Josco Jewelers Smart Show 60 powered by Dhatri Hair Care Plus. വെൽക്കം സ്മാർട്ട് ഓഡിയൻസ്. എല്ലാവരും ഹാപ്പി അല്ലേ? സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പൊ നമുക്ക് സ്മാർട്ട് ടീമുകളെ പരിചയപ്പെടാം. സ്മാർട്ട് ടീം 1 എന്താണ് പേര്? മഞ്ജു. മഞ്ജു എന്ത് ചെയ്യുന്നു? മഞ്ജു ഞാൻ ഹൗസ് വൈഫ് ആണ്. എവിടെയാണ് വീട്? മുണ്ടക്കയം. മുണ്ടക്കയം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ്. കോട്ടയം ജില്ലയാണ് അല്ലേ? അപ്പൊ മുണ്ടക്കയത്തെ ഏറ്റവും പ്രത്യേകതയുള്ള സംഭവം എന്താ? മുണ്ടക്കയത്തെ എല്ലാം പ്രത്യേകതയാണ്. എന്നാൽ ഒരു പ്രത്യേകത പറയും. ഹൈറേഞ്ചിന്റെ കവാടം. ഹൈ റേഞ്ച് ആണ് അവിടുത്തെ പ്രത്യേകത. ഹൈ റേഞ്ചിന്റെ കവാടമാണ് മുണ്ടക്കയം അല്ലേ? മുണ്ടക്കയത്തിൽ നിന്ന് വന്ന മഞ്ജുവിന് സ്വാഗതം. മഞ്ജുവിന്റെ ഹസ്ബൻഡ് പേരെന്താണ്? ശ്യാം. ശ്യാം എന്ത് ചെയ്യുന്നു? ശ്യാം മൊബൈൽ ഷോപ്പ് നടത്തുന്നു. ശരി. ഇപ്പൊ ഏറ്റവും നല്ല മൂവിംഗ് ആയിട്ടുള്ള മോഡൽ ഏതാ? മോട്ടോ G4 Plus. ശരി. അപ്പൊ ശ്യാമിന്റെ കടയിൽ വന്നാൽ നമുക്ക് ഏറ്റവും വില കുറച്ച് തരുകയും ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ശ്യാമിന്റെ കടയിൽ ചെല്ലുക. മുണ്ടക്കയത്താണല്ലോ കട അല്ലേ? അതെ, മുണ്ടക്കയത്തല്ലേ കട? മുണ്ടക്കയത്ത്. അപ്പൊ മോട്ടോ G4 Plus ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ടല്ല പക്ഷേ ഫ്രീ ആയിട്ട് തന്നേക്കാം. ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാൽ ഇത്ര അഡ്വർടൈസ്മെന്റ് അനുസരിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ഒരെണ്ണം തരണം അല്ലേ? അപ്പോ ശ്യാമേ, മഞ്ജു, വെൽക്കം. നിങ്ങളുടെ ലൈഫ് ലൈൻ ആരാണ്? മനീഷ് എന്ത് ചെയ്യുന്നു? PSC കോച്ചിങ്ങിന് പോകുന്നു. PSC കോച്ചിങ് പഠിപ്പിക്കുവാണ്. അപ്പൊ താങ്കളുടെ ജോലി അത് പഠിപ്പിക്കുകയാണ്. താങ്കൾ എപ്പോഴെങ്കിലും PSC ചെയ്തിട്ടുണ്ടോ? പിന്നെ എഴുതിക്കിട്ടിയതാണോ? ഉണ്ട്. എന്നിട്ട് അത് വേണ്ടെന്ന് വെച്ചാണോ അപ്പൊ കോച്ചിങ് നടത്തുന്നത്? അല്ല, അത് ലിസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ. അത് ശരി. എന്ന് എഴുതിയത്? അത് കുറച്ച് നാളായതേ ഉള്ളൂ. കുറച്ച് നാളായിട്ടേ ഉള്ളൂ. അപ്പൊ എന്ത് പോസ്റ്റിന് വേണ്ടിയിട്ടാണെന്നുള്ള അറിയോ? ഇല്ല, ഇനിയിപ്പോ പറഞ്ഞ LDC 6 മാസത്തിന് നമുക്ക് നീട്ടി വെച്ചിട്ടുണ്ട്. ആണല്ലേ? അതിന് പുതിയ വിജ്ഞാപനം വരണം. അപ്പൊ എന്തായാലും നമ്മൾ പഠിച്ചു, നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ബാക്കിയുള്ളവരെ പഠിപ്പിച്ച് അവർക്ക് എടുപ്പിച്ചു കൊടുക്കാമല്ലോ അല്ലേ? അപ്പൊ എന്തായിരുന്നാലും ഓൾ ദി ബെസ്റ്റ്. മനീഷിന് ഇപ്പൊ PSC ഒക്കെ ആയതുകൊണ്ട് ഇവരെ നന്നായിട്ട് സഹായിക്കാൻ പറ്റും. ഷുവർ അല്ലേ? അതെ. അപ്പോ വെൽക്കം ടു സ്മാർട്ട് ടീം 1. ഓക്കെ, എന്താണ് പേര്? സ്മാർട്ട് ടീം 2. മിനി നജീബ്. ബിനി നജീബ്. ബിനി കംപ്ലീറ്റ് ഇന്ന് കല്യാണത്തിന് പോകുന്ന പോലെ ഒരുങ്ങി വന്നിട്ടുണ്ടല്ലോ. ഞാൻ ഈ ചോദ്യം പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, മിക്കവാറും എന്നോട് ചോദിക്കും ലക്ഷ്മിക്ക് ഇട്ട് പണി കൊടുക്കുന്നതാണ്. പണിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞ ഈ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള അല്ല ആഭരണങ്ങൾ ഇട്ട് വരുന്ന സ്ത്രീകളെ എനിക്ക് ഇഷ്ടമാണ്. വളരെ നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ല ജിമിക്കിയൊക്കെ ഉണ്ടല്ലോ അല്ലെ? അതൊന്നും ഇടുന്ന ആൾക്കാരില്ലെന്ന് ശരിക്കും പറഞ്ഞാൽ മറ്റേ സ്വർണ്ണക്കടക്കാരൊക്കെ എപ്പോഴും വിഷമിച്ചിരിക്കും അങ്ങനത്തെ സാധനം വാങ്ങുന്നില്ലെന്ന്. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ, അത് ഓർത്തോളുക അല്ലേ? അപ്പൊ എന്തായിരുന്നാലും വെൽക്കം. മിനി എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫ് ആണ്. എവിടെ വീട്? എറണാകുളം. ഇവിടെ തന്നെയാണ്? കാക്കനാടാണ്. ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് നോക്കിയയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, വെൽക്കം. എന്താ പേര്? ബിൻസി. നല്ല പ്രാസം ഉണ്ടല്ലോ. ബിൻസി എന്ത് ചെയ്യുന്നു? അതെ, അത്രേ ഉള്ളൂ അല്ലേ? ഒരു സീഡ കുറവേ ഉള്ളൂ എനിക്ക്. കൂടുതലോ? ഒരെല്ലാം കൂടുതലാ. എല്ലാം കൂടുതലാ. ബിൻസി എന്ത് ചെയ്യുന്നു? ഞാൻ റെയിൻ ഡ്രോപ്സ് എന്ന് പറയുന്ന പ്രീ സ്കൂളിലെ സെന്റർ ഹെഡ് ആണ്, കാക്കനാട് ബ്രാഞ്ചിലെ. പ്രീ സ്കൂൾ അപ്പൊ ബിഫോർ KG അല്ലേ? KG വരെ ഉണ്ട്. ഓക്കെ. അപ്പൊ പ്രീ സ്കൂൾ എവിടെയാ? കാക്കനാട് ബ്രാഞ്ചിലാണ് ഞാൻ. അപ്പൊ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ? കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ഇൻചാർജ് കൂടിയാണ്. അത് ശരി. അപ്പൊ ഈ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല, ഭയങ്കര പാടല്ലേ? കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ നമ്മളും കൊച്ചു കുട്ടികളാവണം. പഠിപ്പിക്കാൻ പറ്റില്ല നമ്മളെ? നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സൈസ് മാത്രമേ? അങ്ങനെ വലിയ സൈസ് ഒന്നും പറയില്ല. നമ്മളെ സൈസുകാരെ പറ്റിട്ട് നമ്മളൊക്കെ ഒരു ഇച്ചിരി നല്ല കുടുംബത്തിലൊക്കെ ഉള്ള ആൾക്കാർ ഇച്ചിരി സൈസ് അല്ലേ? ആണല്ലേ? പക്ഷെ പറയാൻ പാടില്ല. അതെ അതെ, മനസ്സും കൂടെ നന്നാവണം. വണ്ണം വച്ചാൽ മാത്രം പോരാ, മനസ്സും കൂടെ നന്നാവണം. ബിൻസി വെൽക്കം കേട്ടോ. ആരാണ് നിങ്ങളുടെ ലൈഫ് ലൈൻ? ആയിരുന്നു ലൈഫ് പാർട്ണർ ആക്കിയേക്കാണ്. അത് ശരി. ലൈഫിൽ ലൈൻ ആയിരുന്നു, ഇപ്പൊ ലൈഫ് പാർട്ണർ ആയാണ്. അപ്പൊ ലൈഫ് ലൈൻ പാർട്ണർ എന്താ പേര്? ശ്രീകാന്ത്. ശ്രീകാന്ത് എന്താ കൂടെ നിൽക്കാത്ത, മാറി നിൽക്കുന്ന എന്താ? കുറച്ചു നേരമെങ്കിലും മാറി നിൽക്കാന്ന് വിചാരിച്ചിട്ടാണോ? ആയിക്കോട്ടെ. അതെ, ബിൻസിയുടെ ഹസ്ബൻഡ് ആണ് അല്ലേ? മറ്റേ ആളാണ് എനിക്ക് നോക്കിയാൽ എന്താണ് പരിപാടി ചോദിക്കണായിരുന്നു, അതുകൊണ്ടാണ്. പുള്ളി ഉണ്ടോ ഇവിടെ? ഉണ്ട്. എവിടെ? ഇവിടെ ഇപ്പൊ ഇല്ല, കുട്ടിയായിട്ട് പുറത്തേക്കാണ്. അതാ പുള്ളി നോക്കിയാണ് അല്ലേ? കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യുന്നു ശ്രീകാന്ത്? സാർ ഞാൻ ഗവൺമെന്റ് സർവീസിലാണ്. എവിടെ? കാക്കനാട്. സിവിൽ സ്റ്റേഷനിലാണോ? അതെ. ഓക്കെ. അപ്പോ വെൽക്കം. നിങ്ങളുടെ സഹായം എന്തായാലും ഉണ്ടാവണം. സ്മാർട്ട് ടീം 1 ആൻഡ് സ്മാർട്ട് ടീം 2 വെൽക്കം. നെക്സ്റ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ആരെയാണ് വെൽക്കം ചെയ്യുക? ശ്രീലക്ഷ്മിയുടെ പൊസിഷൻ പറയൂ. DOG. ഒരുമിച്ച് 1 2 3. DOG. ശ്രീലക്ഷ്മി വെൽക്കം. ഹലോ. എന്നെ ഇത്ര ഉറക്കെ വിളിച്ചത് വെൽക്കം ചെയ്യണ്ട കേട്ടോ. എല്ലാവരും ഒരുമിച്ച് കണ്ടോ? ആ ഒരു DOGയുടെ ലെവൽ എന്താണെന്ന് അറിയോ? അതെ, അവര് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞപ്പോ അതല്ല എന്ന് പറഞ്ഞ് DOG എന്ന് വിളിപ്പിക്കണ്ടായിരുന്നു. അല്ല, എന്താണ് നിങ്ങളുടെ പൊസിഷനോട് നിങ്ങൾക്ക് വിഷമമുണ്ടോ?
എന്റെ DIG ഇല്ലല്ലോ ഈ വിഷമം. അല്ല ഞാൻ DIG എപ്പോഴെങ്കിലും ഡിഗ് എന്ന് പറഞ്ഞ വിഷമം പറയാറുണ്ടോ? അല്ല, പക്ഷേ- DOG എന്നുള്ളത് ഡോഗ് എന്നുള്ളത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം എന്താ? ഇവിടുത്തെ DOG ആന്റണിയാണ് ഡയറക്ടർ ഓഫ് ഗെയിംസ്. ഞാനത് അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓ അത് ശരി. നിങ്ങളുടെ പുറകിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ? ആന്റണി എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയൊരു വ്യക്തിയുണ്ട്. വലിയ വ്യക്തിയാണോ? ഇതിനെ കാണാൻ പറ്റുമോ? തീർച്ചയായും ആന്റണി. ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്ന് തോന്നുന്നു. ഇതാണ് ആന്റണി. ഇതാണ് യഥാർത്ഥ DOG. ഓക്കെ, അയ്യോ അയാളെ കണ്ടാ ഒരിക്കലും അങ്ങനെ യഥാർത്ഥ പറയാൻ DOG. തോന്നില്ല. പുള്ളിയാണ് ഗെയിം ഡയറക്ടർ എന്ന് ഞാൻ വിളിക്കാം. പക്ഷേ ശ്രീലക്ഷ്മി കണ്ടാലേ DOG എന്ന് വിളിക്കാൻ തോന്നുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ആന്റണിയെ കണ്ട എന്താ വിളിക്കാൻ തോന്നുന്നു? പട്ടിന്നോ? അല്ല, ഗെയിം ഡയറക്ടർ. ഗെയിം ഡയറക്ടർ അല്ലേ? ശരി, പോയിക്കോ. ഓക്കെ, എന്നാ ഞാൻ DOG തന്നെ ഏറ്റെടുത്തു. പറയൂ ശ്രീലക്ഷ്മി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? സുഖമായി പോകുന്നു. ഒരുപാട് കോളേജിൽ മറ്റേ കിട്ടാതെ പോയ വിഷയം കിട്ടിയായിരുന്നോ? ഒരു സപ്ലി അടിച്ച വിഷയം. അത് റിസൾട്ട് വന്നിട്ടില്ല. ഇങ്ങനെ ഉറക്കാതെ വിളിച്ചു പറയില്ലേ? ചോദിച്ചതാണ്. കാരണം അത് കഴിഞ്ഞ് വേറെ ജോലിക്കൊക്കെ നോക്കണ്ടല്ലേ, അതുകൊണ്ട് ചോദിച്ചാ. റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വരാതെ തന്നെ നമുക്ക് ജോലിക്ക് പോയല്ലോ, ഒന്നും പ്രശ്നമില്ല. റിസൾട്ട് വരാതെ ജോലിക്ക് പോകാം. പക്ഷെ അതിന് കള്ളത്തരം എന്ന് പറയും. കാരണം സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് കൊടുത്തില്ലേ, അതിന് കള്ള സർട്ടിഫിക്കറ്റ് എന്നാണ് പറയാം. കുഴപ്പമില്ല. പക്ഷെ ഇന്നിപ്പോ എന്തായാലും ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ഡ്രസ്സിലെല്ലാം ട്രയൽ ചെയ്ത് ഞാൻ കണ്ടുപിടിച്ച ഒരു ഡ്രസ്സാണ്. അതെ, ഒരു 5-6 ഡ്രസ്സ് മാറ്റി അവസാനം കണ്ടുപിടിച്ച ഒരു ഡ്രസ്സാണ് ഇത്. അതുകൊണ്ട് ഇന്ന് എന്നെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കരുത്. എന്നാല് എങ്ങനെ കീറി പോയി പിന്നെ വേറെ ഡ്രസ് ഇല്ല. ആഹാ, ഞാനില്ലാണ്ട് ഇവിടെ ഈ നിലവറയ്ക്കുള്ളിൽ ഗെയിംസ് ഒന്നും നടക്കില്ല. ഇല്ലേ? നിങ്ങൾക്കൊക്കെ എന്റെ ഒപ്പം അവര് വന്ന് കളിക്കും ജയിക്കും. ഇല്ല, നിങ്ങൾക്ക് എന്റെ ഒപ്പം ഗെയിംസ് ചെയ്യാനല്ലേ താല്പര്യം? ഭർത്താവ് മാത്രം, മഞ്ജുന്റെ ഭർത്താവ് ശ്യാം മാത്രമേ പറഞ്ഞു ചേട്ടാ താല്പര്യം. ചേട്ടാ ഒന്ന് ഉറക്കെ പറഞ്ഞേ. താല്പര്യമില്ലേ? ശ്രീലക്ഷ്മിയുടെ കൂടെ ഗെയിംസ് കളിക്കാനാണ് താല്പര്യം. ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി പെൺകുട്ടികളൊന്നും പറഞ്ഞില്ല. പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ അസൂയാണ്. നമുക്ക് പണ്ട് ഒരു കാര്യമില്ല. ചേച്ചി നിങ്ങളെക്കാളും ഇത്തിരി സൗന്ദര്യം എനിക്ക് കൂടിപ്പോയി. അതൊരു തെറ്റല്ല, മനസ്സിലാക്കൂ പ്ലീസ്. ആരെക്കാളും? അവരെയൊക്കെ ഇവിടെ നിൽക്കുന്നവരെക്കാളും ശ്രീലക്ഷ്മിക്ക് എത്രയും വേഗം ആ കുട്ടിക്ക് ഒരു കണ്ണാടി കൊടുക്കാം. ഇല്ല, ഒരു പ്രശ്നമില്ല. ശരി, എന്തായാലും മുടി ചുരുണ്ട് കിടക്കണ നന്നായിരിക്കും കേട്ടോ. കൊള്ളാല്ലേ? നന്നായിരിക്കും. വീണ്ടും മറിയ ചേച്ചിയുടെ ആണല്ലേ? ഒരു ഇവിടത്തെ കുടുങ്ങി പോരുത്, നോക്കിക്കോണേ. അപ്പോ ഏതായാലും വെൽക്കം ശ്രീലക്ഷ്മി. നമുക്ക് തുടങ്ങാം. സോ നിയമങ്ങൾ അറിയാലോ. എന്താണ് നമ്മൾ ഇവിടെ വിൻ ചെയ്യാൻ വന്നേക്കുന്നത്? എന്ത് വിൻ ചെയ്യാൻ ഇവിടെ വന്നേക്കുന്നത്? ആബ്സല്യൂട്ട്ലി. കാറിൽ കുറഞ്ഞ ഒന്നും നമുക്ക് താല്പര്യമില്ല, അല്ലേ? അപ്പൊ ബാക്കി വിഷയം എല്ലായിടത്തും മാറ്റി വെക്കട്ടെ. ഓക്കെ, അപ്പോ നമ്മുടെ 10 റൗണ്ടുകൾ, 10 ചോദ്യങ്ങൾ. 10 ചോദ്യങ്ങളിലും ഓരോ ചോദ്യത്തിനും ചോദ്യം മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം ബസർ അമർത്തുക. ബസർ അമർത്തി കഴിഞ്ഞാൽ ഉത്തരം പറയാനുള്ള അവസരം ഉണ്ടാവും. ചോദ്യത്തിന് മുമ്പാണ് ബസർ അമർത്തുന്നതെങ്കിൽ മറ്റേ ആളിനായിരിക്കും അവസരം ലഭിക്കുക. ഒപ്പം തന്നെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഓപ്ഷൻസും കൂടി കേട്ടതിന് ശേഷം മാത്രം ബസർ അമർത്തുക. ഏറ്റവും അവസാനത്തെ ചോദ്യം, അതായത് 10ാമത്തെ ചോദ്യത്തിലൂടെയാണ് നിങ്ങൾക്ക് കാർ സ്വന്തമാക്കാൻ സാധിക്കുക. ഓരോ തവണയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ 60 സെക്കൻഡ് സമയം നിലവറയിൽ ലഭിക്കുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ, ഓൾ സെറ്റ്. തുടങ്ങല്ലേ? ഫസ്റ്റ് റൗണ്ട്. ശരിയോ തെറ്റോ? കളസം. കളസം എന്ന മലയാളം വാക്കുണ്ടായത് അറബിയിൽ നിന്നാണ്. ശരിയോ തെറ്റോ? കളസം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാലോ, അല്ലെ? കളസം എന്താ? കളസം പറയൂ. നിക്കറ അണ്ടർവെയർ ആണല്ലേ? അണ്ടർവെയർ. നിങ്ങൾ ഏത് നാട്ടുകാർ? മുട്ടക്കയത്ത് അങ്ങനെയാണ് പറയുന്നത് കളസം എന്ന് പറയുന്നത്. കളസം കയറി എന്നൊക്കെ പറയും. അതെ, അത് നിക്കർ കയറി എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അത് നിങ്ങൾ അണ്ടർവെയർ ആയിട്ടാണോ നിക്കർ ഉപയോഗിക്കണേനോ? അയ്യേ, കുഴപ്പമില്ല. എന്താ കളസം എന്ന് വെച്ചാൽ എന്താ? നിക്കർ. മുണ്ടക്കയത്തിന് അതാണ്. മുണ്ടക്കയ ഓരോ രീതിയിലും സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? നിക്കർ, കളസം. മുണ്ടക്കയത്തുകാര് കളസം യൂസ് ചെയ്യാറില്ല സാറേ. നമുക്കറിയില്ല. ബിൻസി, കാക്കനാടുള്ള ബിൻസിക്ക് അതെങ്ങനെ അറിയാമെന്ന് നമുക്കറിയില്ല. അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇതിനു മുമ്പ് പരിചയമുള്ള ഏതൊക്കെ മുണ്ടക്കയങ്കാരുണ്ട്? ശ്രീകാന്തേ, മുണ്ടക്കയത്ത് ഇതിനു മുമ്പ് എന്താണ് എനിക്കറിയില്ല കേട്ടോ. ബിൻസി ഗോളിങ്ങനെ ഇവർക്ക് അറിയാൻ പോലും ഇല്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ബിൻസി ആൻഡ് ബിനി, you put on the buzzer. Go on, tell me the answer. ശരിയോ തെറ്റോ? യെസ്. കളസം എന്ന് പറയുന്ന വാക്കുണ്ടായത് അറബിയിൽ നിന്നുമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഏത് അറബിയാണ് നിങ്ങൾ കളസം ഇട്ട് കണ്ടിട്ടുള്ളത്? മറന്നുപോയി, പെട്ടെന്ന് മറന്നുപോയി. പിന്നീട് ഭർത്താവ് എവിടെ ഉണ്ടെന്നാ പുറത്തുണ്ട്. ഏതോ അറബിയെ കളസം ഇട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഏത് അറബിയാണെന്ന് ഓർമ്മയില്ലെന്നാ പറയുന്നത്.
എന്നെ ഇപ്പൊ എവിടെയാ നിങ്ങൾ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? സത്യം പറയും. അറബിയിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് അല്ലെ? അറബി വാക്ക് ഏതായിരിക്കും അപ്പൊ കളസത്തിന് പറ്റിയ ഒരു അറബി വാക്ക്? അൽ ഖലസ. അതിൽ നിന്ന് നേരെ കളസമാക്കിയല്ലേ? അതിന് പറ്റിയ വേറൊരു സാധനം ഒരെണ്ണമുണ്ട്, മലയാളത്തിലും അറബിയിലും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അറിയാലോ അല്ലെ? അറിയില്ലേ അതേതാണെന്ന്? അൽ-ബലാദി. ആരെയാണ് ഉദ്ദേശിച്ചത്? സ്വയം പുകഴ്ത്തിയത്. ബീങ് വെരി സീരിയസ്, കളസം എന്ന വാക്ക് അറബിയിൽ നിന്നും അല്ല ഉണ്ടായത്. ഉത്തരം തെറ്റാണ്. കളസം എന്ന് പറയുന്ന വാക്ക് ഉണ്ടായത് പോർച്ചുഗീസിൽ നിന്നാണ്. കൽസാവ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ കളസം എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. പക്ഷെ എന്തായാലും നിങ്ങളുടെ ആ ഒരു സ്മാർട്ട്നെസ്സിന് തീർച്ചയായും ഏതായാലും ഒരാൾക്ക് മുണ്ടക്കയത്ത് കളസം ഇല്ലെന്നറിയാം, മറ്റേ ആൾക്ക് ഏതൊക്കെയോ അറബികളെ കളത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരുപാട് പേരായതുകൊണ്ട് പേര് ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. മൂവിംഗ് ഫോർവേഡ്, നിങ്ങൾക്ക് തെറ്റിപ്പോയത് കൊണ്ട് തന്നെ ഇവർക്ക് പാസ് ഇല്ല. ഇതിൽ ആർക്കും തന്നെ 60 സെക്കൻഡ്സ് കിട്ടുന്നില്ല നിലവറയിൽ. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. റെഡി? സെക്കൻഡ് റൗണ്ട്. നമുക്ക് ഇത്തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കുന്ന റൗണ്ട് തന്നെ ആവട്ടെ അല്ലെ? നിങ്ങൾക്ക് രണ്ടുപേർക്കും സോങ് തീരുമാനിക്കാം. ആക്ഷൻ സോങ് റൗണ്ടാണ്. ഒരാൾ അങ്ങോട്ട് കൊടുക്കുന്ന ഗാനം ഒരാൾ അഭിനയിക്കുന്നു, മറ്റേയാൾ കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 60 സെക്കൻഡ് സമയം നിങ്ങൾക്ക്, കണ്ടുപിടിച്ചില്ലെങ്കിൽ 6 സെക്കൻഡ് സമയം നിങ്ങൾക്ക്. ഓക്കെ? ആൻഡ് വൈസ് വേഴ്സ. ആക്ഷൻ സോങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നേരത്തെ പറഞ്ഞ അൽ ഖലസ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു കാര്യം പറഞ്ഞുതരാം. മലയാളത്തില് അറബിന്ന് ഇതേപോലൊരു വാക്കുണ്ടായിട്ടുണ്ട്, കലാശം. കുട്ടിക്കലാശം എന്നൊക്കെ പറയില്ലേ? അതിന്റെ ഓപ്പോസിറ്റ് അറബി വാക്ക് അറിയാമോ? അതെന്താ പറയും? കേക്കട്ടെ. എന്തായാലും കുറച്ച് അറബി പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഓത്തുപള്ളിയിലൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടാവില്ലേ അല്ലെ? അപ്പൊ എന്നാലും കുറച്ച് ആ വാക്ക് എന്തായാലും അറിയായിരിക്കും. അറബിക് വാക്ക് ഖല്ലാസ് എന്നുള്ള വാക്ക് കേട്ടില്ലേ? ഖല്ലാസ് എന്നുള്ള വാക്ക് എല്ലാവർക്കും അറിയാലോ. ഈ ഖല്ലാസ് എന്ന് പറയുന്ന വാക്കാണ് കലാശം എന്ന് പറയുന്ന അവസാനം എന്ന അർത്ഥം വരുന്ന. ഈ ഖലാസി എന്നെങ്ങാനാണോ കളസവും ഉണ്ടായത്? അല്ലല്ല, ഖലാസി എന്ന് പറയുന്ന മാപ്പിള കലാസ്, അത് വേറെ. ഇത് മുണ്ടക്കയത്തെ കളസം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഇൻ ടു ദി സെക്കൻഡ് റൗണ്ട്, ആക്ഷൻ സോങ് റൗണ്ട്. ആക്ഷൻ സോങ് റൗണ്ടിലേക്ക് നിങ്ങൾക്കുള്ള ഗാനം തീരുമാനമായിട്ടുണ്ട് അല്ലേ? ഓക്കെ, ആരാ അഭിനയിക്കുന്നത്? ഭാര്യയോ ഭർത്താവോ? ആരാ നല്ലതായിട്ട് അഭിനയിക്കുന്നത്? ഞാൻ ചെയ്യണം. വീട്ടിലും അങ്ങനെയാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ ടൈം റെഡി അല്ലേ ശ്യാം? ഓക്കെ, 2 മിനിറ്റ് സമയമുണ്ട് അഭിനയിച്ച് കാണിക്കാനായിട്ട്, 2 മിനിറ്റ് സമയം മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, റെഡി? യോർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഗോ. അയ്യേ, എനിക്ക് പറയാം. ഇതൊരു കുടുംബമൊക്കെ ഇരുന്ന് കാണുന്ന പരിപാടിയാണ്. എനിക്ക് പറയാവോ? ചന്ദനം. അങ്ങനെ പറയാവോ? പറയാലോ. പിന്നെ ചന്ദനം. ഞാൻ പറയോ? പിന്നെ ചന്ദനം. 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 സൂപ്പർ ഫിഗർ. മെയ്. ചന്ദന. എന്റെ അമ്മ എന്തോ ഈ കാണിക്കുന്നേ? ചന്ദനക്കുറിയുമായി. കറക്റ്റ്. ചന്ദനക്കുറിയുമായി. ഇനി ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്യേ വാനക്കി കഴിഞ്ഞാ. ചന്ദന. ചന്ദനം പ്രേം നസീർ അതല്ല ഉദ്ദേശിച്ചത്. കാണിച്ചു കൊടുക്ക്. ആരുടെ ക്ലൂ? ആരാ അഭിനയിച്ചെന്നൊക്കെ കാണിച്ചു കൊടുക്കുക. എളുപ്പം അറിയാൻ പറ്റുമല്ലോ. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം ആണോ? ഓക്കെ, നമുക്ക് പാട്ടിട്ട് തരാം. അതിന് ശിക്ഷയായിട്ട് കറക്റ്റ് ആയിട്ട് മുഴുവൻ അഭിനയിച്ച് കാണിക്കണം. അതെ അതെ അതെ. പാട്ടിട്ടെ? അല്ല, ഞാൻ വേണ്ട. ശ്യാമേട്ടൻ തന്നെ അഭിനയിച്ചു. അവളും കൂടെ വേണമെന്നോ? ഞാൻ വേണ്ട. ചന്ദനത്തിൽ കടഞ്ഞെടുത്ത് എന്ന് കാണിക്കാനാണോ? കളിച്ചു. എന്നാ കാണിച്ചു. പുള്ളിക്ക് ഇവിടെ വെച്ചിട്ട് അത് അഭിനയിച്ച് കാണിക്കുമ്പോ വേറെ ആരെങ്കിലും കാണിച്ച പ്രശ്നമാവെന്ന് വെച്ചിട്ടാ. തുടങ്ങാം. ഇപ്പോഴും മനസ്സിലാവല്ല. നിങ്ങളെ ഈ സുന്ദരി കാണിക്കും ഇതെന്താ ഇങ്ങനെ കാണിക്കണേ? ചെവിയാണോ? കമ്മലൊക്കെ ഇട്ടെ. കമ്മലാണോ? കമ്മല്. ഓ, മനസ്സിലായി. എന്താ കാര്യം അറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബിനി കമ്മല്. അതാണല്ലേ ഉദ്ദേശിച്ചത്? ഒറ്റ അടുപ്പില്ലേ 2-3 അടുത്ത്. ഓക്കെ, തിരിച്ചു വയ്ക്കോ. പക്ഷെ നിങ്ങള് ഞാൻ ഡൗട്ട് ചോട്ടെ ശ്യാം,
Yes. മഞ്ജു നിന്നോളൂ. ശ്യാം മോഹൻലാൽ ഇമിറ്റേറ്റ് ചെയ്യും. ഇല്ലില്ല, ഷേപ്പ് ഉണ്ട്. നടപ്പും എല്ലാവരും ഇതിലൊക്കെ പറയുന്നുണ്ട് ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയില്? ഷേപ്പ് നടപ്പും. ഷേപ്പ് ലാലേട്ട് അറിയരുത് ഇങ്ങനെ പറഞ്ഞു ഓൾറെഡി ഇങ്ങനെ ഒരു ചരിവുണ്ട് അതുകൊണ്ട് തോന്നുന്നു. അല്ല, എന്റെ കാണിച്ചു നോക്കട്ടെ, ലാലേട്ടനൊന്ന് കാണിച്ചു നോക്കട്ടെ. അല്ല, ഞാൻ സാധാരണ നടക്കുന്ന സ്റ്റൈൽ സാധാരണ പോലെ സാധാരണ ഇങ്ങനെ നടക്കും. ആ സ്റ്റൈലാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ. ടൈം ഫോർ ദ ഗെയിം. 60 സെക്കൻഡ് സമയം നിങ്ങൾക്ക് കിട്ടുന്നു നിലവറയ്ക്കുള്ളിൽ. ശ്രീലക്ഷ്മി, ഗെയിം. ആദ്യം തന്നെ സ്മാർട്ട് ഷോയിൽ നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുക്കാൻ പോകുന്ന ഗെയിം എന്താന്ന് വെച്ചാൽ ഹോക്കി. ഹോക്കി എന്താന്നൊക്കെ അറിയാലോ, ഇത് ഇത്രയേ ഉള്ളൂ. ഇതില് ഇപ്പോ ഈ ഒരു ബൗളിൽ ഒരുപാട് ചെറിയ പന്തുകളുണ്ട്. അപ്പൊ അത്രയും ചാൻസസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിലിപ്പോ അറൌണ്ട് 20-25 ചാൻസസ് ഉണ്ട് നിങ്ങൾക്ക്. പക്ഷേ അതിൽ 4 ഈ കാണുന്ന ഹോളിലേക്ക് ഇടണം. ഓക്കെ, 4 അതും 60 സെക്കൻഡ്സിനുള്ളിൽ. അങ്ങനെയില്ല, ഇഷ്ടമുള്ള ഈ ഫുൾ ബോൾ ഉപയോഗിക്കാം. ഈ ഫുൾ ബോൾസ് ഉപയോഗിച്ച് 4 ആ ഹോളിൽ ഇട്ടാൽ മതി. ഓക്കെ, നിങ്ങളെ കാത്തിരിക്കുന്ന പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന 7,000 മ്യൂസിക് സിസ്റ്റം ആണ്. അപ്പം ആരാണ് ഹോക്കി കളിക്കാൻ മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കിന്ന് വെച്ചാൽ ഹോക്കി ടീമിൽ എത്ര പേരുണ്ട് ശ്രീലക്ഷ്മി? അയ്യോ പെട്ടല്ലേ, ഒരു ഹോക്കി ടീമിൽ എത്ര പേരുണ്ട്? ഇത്തവണത്തെ നമ്മുടെ ഒളിമ്പിക്സ് ടീമില് 16 ഹോക്കിയുടെ ക്യാപ്റ്റൻ ആരാ? ശ്രീജേഷ്. ഓ മൈ ഗോഡ്, ഈ കുട്ടി വളർന്നും വലുതായി വികസിച്ചിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ശ്രീജേഷ്. ഒളിമ്പിക്സിൽ ഇത്തവണ മെഡൽ വാങ്ങിച്ചോണ്ട് വരാനുള്ളേ നമുക്ക്. അപ്പോ എന്തായിരുന്നാലും ഇവരിൽ ആരാണ് ഗെയിം കളിക്കാൻ പോകുന്നത്? ഹോക്കി കളിക്കാൻ മിടുക്കൻ ഉറപ്പ് ശ്യാമേ. മിടുക്കൻ ഞാനാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന ആളാണ്. All the best. Okay, ജയിച്ചേ വരാവുള്ളൂ. 1, 2, 3 and go. അപ്പൊ നമുക്ക് ഈ ടാസ്കിനൊക്കെ കടക്കുന്നതിന് മുന്നേ ഇപ്പൊ ലാലേട്ടനാണ് എന്നൊക്കെ അവിടെ മിഥുൻ ചേട്ടൻ പറഞ്ഞു. പക്ഷെ നമുക്ക് ഏത് ഷേപ്പ് ഉണ്ട് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ലാലേട്ടൻ ഇത്രേ ഉള്ളോ? ഇച്ചിരിയുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ലാലേട്ടന്റെ ഫിഗർ ഒന്നും തോന്നുന്നില്ല. ഒരു ലാലേട്ടന്റെ സിനിമയുടെ പേരുമായിട്ട് കണക്ഷൻ ഉണ്ട് പുള്ളിക്ക്. എന്താണ് കണ്ടിട്ട് തോന്നണല്ലേ? ഇല്ല, പുള്ളിയുടെ ലാലേട്ടന്റെ ഒരു സിനിമയുടെ പേര് തോന്നണില്ല പുള്ളിയെ കണ്ടിട്ട്? ഇല്ല. കാ വെച്ച് തുടങ്ങുന്ന ഒരു സിനിമയുടെ പേര്, കൂ വെച്ച് തുടങ്ങുന്ന ഒരു സിനിമയുടെ പേര്, അയാളെ നിർത്തിക്കൊല്ലണോ? ഷേപ്പ് വെച്ചോ? അതാ പറഞ്ഞത്, കൂതറ സിനിമയുടെ ലുക്ക് ഉണ്ടെന്ന്. താങ്ക് യു. പക്ഷെ എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ സാറിന്റെ മറ്റേ ഇതില്ലേ പവിഴമല്ലി പാട്ടാ കൊച്ചിനറിയാം. ആ പാട്ട് തന്നെ എപ്പോഴും എല്ലാരെയും കൊണ്ട് അഭിനയിപ്പിക്കുകയും ചെയ്യും. ഇവിടെ വരുന്ന എല്ലാവരും അങ്ങനെയൊക്കെ. ഞാൻ ഈ സ്മാർട്ട് ഷോയിൽ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ച് നല്ല ചുള്ളൻ ഹാൻസം ചെക്കന്മാർ വരുന്നത്. പക്ഷെ എല്ലാം വരുന്നത് എന്നെക്കാൾ പൊക്കം കുറഞ്ഞവരൊക്കെയല്ലേ. നമുക്ക് കുത്തിടാൻ പറ്റുള്ളൂ. ഈവൻ മിഥുൻ ചേട്ടൻ വരെ ഞാൻ വിചാരിച്ചു മിഥുൻ ചിലപ്പം ഭയങ്കര ഹാൻസം ആയി. പക്ഷെ ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായ അയ്യേ ഇതാണോ മിഥുൻ. ശരി, ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഓക്കെ, അപ്പം ആ ഒരു പാട്ടൊന്ന് അഭിനയിച്ച് കാണിക്കാമോ? പാടി അഭിനയിക്കണം. പാട്ട് എനിക്ക് പാട്ട് ഇട്ട് ഞാൻ അഭിനയിക്കാം. എന്നാ ഒരു നല്ലൊരു പാട്ടിട്ട് കൊടുക്കാം. അഭിനയിക്കാൻ റെഡിയാണ്. അപ്പൊ അഭിനയിക്കാൻ പറ്റുന്ന ഒരു പാട്ട് അപ്പൊ എന്നോട് വേണം. ഓക്കെ, അഭിനയിക്കാൻ പറ്റിയ ഒരു പാട്ട് ഞാൻ തന്നെയോ കൂടെ അഭിനയിക്കാം? ഓക്കെ ഫൈൻ. ഓക്കെ. പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാണ് പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും ഉഴകളും പൂകിന ലഹരിയും